അങ്ങയുടെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവാക്യം. ഈശോ അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ ഒരു ഉറപ്പ് വലിയ വിശ്വാസത്തോടെ, അതിലുപരിയായ സ്നേഹത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്. ദൈവമേ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ അങ്ങ് ഒരിക്കലും എന്റെ കൈവിടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങെപ്പോഴും എന്റെ കരം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് തിരുവചനത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് പോലെ എന്റെ അടുത്തുണ്ടാകണമേ എന്നും ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് വിടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലപ്പോഴും ഈ ലോകത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ വചനത്തിലൂടെ ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുവാൻ അനുവദിക്കില്ല, മറിച്ച് അങ്ങ് എൻ്റെ അടുത്തുണ്ട് എന്ന്. ദൈവമേ, അങ്ങനോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ, കൂടെയുള്ള അങ്ങയ്ക്ക് ഇഷ്ടമായത് മാത്രം ചെയ്യുവാൻ, അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അങ്ങയുടെ പക്കലേക്ക് കടന്നു വരുവാൻ ഓരോ നിമിഷവും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി